അനിൽകുമാർ കേട്ടല്ലോ. ഞാൻ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. താങ്കൾക്ക് മറുപടിയായി പറയാം. CMDRF-നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അവരുടെ പ്രോജക്റ്റിൻ്റെ മികവിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴും സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ തങ്ങൾക്ക് എന്തൊക്കെയോ ചില മികവുകളുണ്ട് എന്നാണ് GV ഹരി വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് ആപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. പറയാം താങ്കൾക്ക്. അല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇങ്ങനെ ജനങ്ങൾ സംഭാവന ചെയ്യുന്ന പണം മാത്രമല്ല, ബഡ്ജറ്റ് ധനസഹായമുണ്ട്. കേരളത്തിലെ LDF സർക്കാരിൻ്റെ എല്ലാ വർഷത്തെ ബഡ്ജറ്റിലും ദുരിതാശ്വാസ നിധിക്കൊരു പണം കൊടുക്കും. എന്നിട്ട് ഒരു ഓൺലൈൻ സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഈ 9.5 കൊല്ലത്തെ വരവും ചെലവും നിങ്ങൾക്ക് വേണം ഇപ്പോൾ കിട്ടും, സൈറ്റിൽ കൂടെ കിട്ടും. അതിലൊരു ദുർവിനിയോഗം നടക്കത്തില്ല. ഉഴവൂർ വിജയൻ്റെ കുടുംബത്തെ സഹായിക്കുക, രാമചന്ദ്രൻ നായരുടെ കുടുംബത്തെ സഹായിക്കുക എന്നത് ഗവൺമെൻറ് മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിന് അംഗീകാരം കിട്ടുകയാണ് നിയമപരമായി ചെയ്തത്. ഒരു കോടതിയിലും തെറ്റായൊരു കാര്യം സർക്കാർ ചെയ്തതായിട്ട് ഒരു വിവരവും ഞങ്ങൾക്കില്ല. പിന്നെ അന്തരിച്ച ബഹുമാനപ്പെട്ട CH മുഹമ്മദ് മകന് കേരള സർക്കാർ വിദ്യാഭ്യാസത്തിൽ കൊടുക്കുമ്പോൾ വിവേചനപരമാണ് എന്ന അഭിപ്രായം CPM-നില്ല. അങ്ങനെ കാണണ്ട, ഒരു പുതിയ കാര്യമല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ചില പ്രത്യേക പരിഗണനകൾ പെട്ടെന്ന് അന്തരിക്കുമ്പോൾ വരും. അതിന് വെച്ചിട്ട് വയനാട് വെച്ച് വില പറയാൻ പോയി ഇത്തിരി കടുപ്പപ്പെട്ടു പോയി. നമ്മുടെ ചരിത്രത്തിൽ ഓർമ്മയിലുണ്ടോ? പിന്നെ നമ്മൾ കണ്ടല്ലോ ഈ ഓക്കി ദുരന്തം പോലെ തന്നെ സുനാമി ദുരന്തം. CPM വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ. എവിടെ? കരുനാഗപ്പള്ളിയിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീട്? ഞങ്ങൾ ഇവിടെ വീട് വെക്കാൻ തുനിയാത്തതിന് കാരണം എന്താണ്? എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, എല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക്. എൻ്റെ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയില്ല. അതെ, എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഏത് നിയമപ്രകാരം കേരള സർക്കാരിന് കോൺഗ്രസ് പാർട്ടിക്ക് സ്ഥലം തരാൻ പറ്റും? എൻ്റെ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. സർക്കാർ സ്ഥലം തരാമെന്ന് ആരോട് എപ്പോൾ എവിടെ വെച്ച് പറഞ്ഞു? VD സതീശൻ 2 നുണയാണ് പറഞ്ഞത്. VD സതീശനോട് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനോ ഗവൺമെൻറ്റിനോ അങ്ങനെ കൊടുക്കാൻ അധികാരമില്ല എന്നാണ് എൻ്റെ വാദം. ഇതിന് മറുപടി ഉണ്ടോ? ആ മറുപടി ബഹുമാനപ്പെട്ട GV ഹരി പറഞ്ഞാൽ ഞാനിപ്പം ഉണ്ടായിരിക്കാം. ബാക്കി എല്ലാ കാര്യവും അവിടെ നിൽക്കട്ടെ. ഇതൊന്ന് മറുപടി പറ, എങ്ങനെ ചെയ്യാൻ പറ്റും? ഇല്ല, സൈലന്റ് ആണ് അദ്ദേഹം. അല്ല, സൈലന്റ് ഒന്നുമില്ല. അദ്ദേഹം ചോദിച്ചോട്ടെ, ഞാൻ പറയാം. എൻ്റെ ഞാൻ പറഞ്ഞോളാം. ശരി, ആ ചോദ്യത്തിൽ അദ്ദേഹം നിൽക്കുക. മറുപടി പറഞ്ഞോളൂ. അദ്ദേഹം അതിൽ ചോദ്യം ഞാൻ നിർത്തി. അദ്ദേഹം പറയട്ടെ. പ്രധാനപ്പെട്ട ചോദ്യത്തിൽ അല്ല, ഇതിനകത്ത് ഇത്ര കാര്യം ഞാൻ പറയില്ലേ. ശ്രീ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള തീർച്ചയായിട്ടും അത് നിങ്ങൾ രാഷ്ട്രീയപരമായി ചോദിച്ചൊരു ചോദ്യമാണെങ്കിൽ അദ്ദേഹം അതിന് മറുപടി പറയും. ശ്രീ അദ്ദേഹം അതിന് മറുപടി പറയും, ഒരു സംശയം വേണ്ട. അത് നിങ്ങൾക്കുള്ള മറുപടി പറയൂ. ഞാൻ പറയട്ടെ. ഇതിനകത്ത് നിങ്ങളോടുള്ള ചോദ്യം ആരാണ് ആവശ്യപ്പെട്ടത്? അല്ല, ഞാൻ ചോദിക്കട്ടെ. അതാണ് ഞാൻ പറയുന്നത്. എനിക്കറിയില്ല അത് ആരാണ് ആവശ്യപ്പെട്ടത്, എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാനും അൽകുമാറും ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ആരാണ് ആവശ്യപ്പെട്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള സംസാരങ്ങൾ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയിട്ടുണ്ടാവണം. ആ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു ആ ഒരു ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതെ, അത്രേ ഉള്ളൂ. ഞാൻ അല്ലാതെ പിന്നെ അദ്ദേഹത്തോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്താണ് തമ്മിൽ അങ്ങനെ വ്യക്തിപരമായി മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവിനോട് GV ഹരി അനുമാനിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടാകാം. അനിൽകുമാർ, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ അദ്ദേഹം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പക്ഷെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മളാരും കേട്ടിട്ടില്ല. അല്ല, അപ്പോ അടുത്ത ചോദ്യം ഇതാണ്. അനിൽകുമാറിന്റെ മറുപടി വേണം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? എന്ത് വിലയ്ക്ക് സ്ഥലം തരാൻ പറ്റും? ആര് വില തീരുമാനിക്കും? അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സർക്കാർ സ്ഥലം തന്നാൽ ആ സ്ഥലം ഏറ്റെടുപ്പ് ആകെ റദ്ദായി പോകത്തില്ലേ? അല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥലം കൊടുത്തിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പാർട്ടികൾക്ക് സർക്കാർ സ്ഥലം കൊടുത്തിട്ടില്ലേ? ഈ കാര്യം അത് പറയൂ. രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥലം കൊടുക്കാൻ പറ്റില്ലെന്ന് പറയരുത്. AKG സെന്റർ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് K കരുണാകരൻ സ്മാരക സ്ഥലം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. കൊടുക്കുക. ഇതിലുള്ള വ്യത്യാസം എന്താണ് ശ്രീ അനിൽകുമാർ? അത് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് കൂടി ശ്രീ അനിൽകുമാർ പറയും. ഇത് ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഏറ്റെടുത്ത സ്ഥലമാണ്. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് എൽഡർസൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തു.
അതിനെതിരെ ഉടമകൾ കോടതിയിൽ പോയി. ദുരന്ത നിവാരണ നിയമം ആയതുകൊണ്ടാണ് ഇത് നടപ്പായത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്കേ അത് കൊടുക്കാനാവൂ. കോൺഗ്രസിന് പണം കൊടുക്കാനാവില്ല, കോൺഗ്രസിന് സ്ഥലം കൊടുക്കാനാവില്ല. ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പറയൂ, ഞാൻ പ്രതിപക്ഷ നേതാവ് നുണയനാണ് എന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് ജി വി ഹരി പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ച് ചോദിക്കുകയാണ്. അല്ല, അങ്ങനെ അല്ല എന്നുള്ള കാര്യത്തിൽ സംശയം നിങ്ങൾക്ക് വേണ്ട. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് പറയണം, അങ്ങിപ്പോ പറഞ്ഞ അദ്ദേഹം നുണയനാണെന്ന് പറഞ്ഞു 100% തെറ്റാണെന്ന് പറയാൻ ആഗ്രഹിക്കണം. അതിന്റെ കാരണം കൂടെ പറയാം. കേരളത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഞാൻ പറഞ്ഞില്ല. അല്ല അദ്ദേഹം അങ്ങിപ്പോ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അങ്ങിപ്പം പറഞ്ഞതിനുള്ള മറുപടിയാണ് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഹരി ഈ കേസിൽ അത് ചെയ്യാൻ ഈ കേസിന്റെ കാര്യമാണ് എനിക്കുള്ള പരിമിതിയാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് പറയാനുള്ള പരിമിതിയാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. വെറുതെ പറയുന്ന ആളല്ല. ഒന്ന് കേൾക്കൂ. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലീഡറാണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെന്റ്, കാഴ്ചപ്പാട് ചർച്ചകളിൽ വന്ന് നിങ്ങൾ അവതരിപ്പിക്കുന്നു. അതിനകത്തെ നിയമപരമായ പിശകുകളെ അപ്പുറത്തുനിന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ പിന്നെ എങ്ങനെ അദ്ദേഹം അത് നിങ്ങൾ വെട്ടിലാകാണ്. അദ്ദേഹം എനിക്കറിയില്ല എന്ന് പറയാൻ കഴിയില്ല. പിന്നെ അനുമാനമാണ് താങ്കൾക്ക്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു കാണും. ഞാനൊരു കാര്യം കൂടി, എല്ലാ കാര്യത്തിലും അല്ല ഞാൻ അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് നുണ പറയുന്നു എന്ന ചോദ്യം വരുന്നത് അവിടെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ കേസിൽ തന്നെ ഞാൻ പറയാം. കൃത്യമായ മറുപടി ഈ കേസിൽ നമുക്ക് മുമ്പിൽ ഒരു കേസ് വെച്ച് തന്നെ സംസാരിക്കാമല്ലോ, ഒരുപാട് പരത്തുണ്ടല്ലോ. ഈ കേസിൽ തന്നെ അവിടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാവരുടെയും യോഗം വിളിച്ചു. ലീഗ് പങ്കെടുത്തു, കോൺഗ്രസ് പ്രതിനിധി പങ്കെടുത്തു, പ്രതിപക്ഷ നേതാവ് അടക്കം അതിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ പണം വാഗ്ദാനം ചെയ്തവരുണ്ട്, സ്പോൺസേഴ്സ് ഉണ്ട്. അവിടെയാണ് സർക്കാർ ആദ്യം തന്നെ പറയുന്നത്, സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, ഒരു മോഡൽ ടൗൺഷിപ്പാണ്, അത് സർക്കാർ മേൽനോട്ടത്തിൽ വഹിക്കും, പണം സ്പോൺസർ ചെയ്തവരെല്ലാം വാഗ്ദാനം ചെയ്തവർ സർക്കാരിനെ ഏൽപ്പിക്കണം. അങ്ങനെ പറഞ്ഞ് സർക്കാർ ഭൂമി കണ്ടെത്തി അവിടെ ഏറ്റവും മികച്ച മോഡൽ ടൗൺഷിപ്പ് പണിയും സർക്കാർ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. അങ്ങനെ ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുത്ത ശ്രീ അനിൽകുമാർ പറഞ്ഞു. അപ്പോൾ ലീഗ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു ചർച്ചയിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജാണ് പറഞ്ഞത്, ഡിവൈഎഫ്ഐ പ്രതിനിധി അവരും പങ്കെടുത്തിരുന്നു. ലീഗ് അന്ന് തന്നെ പറഞ്ഞു, ഞങ്ങളിതിനില്ല, ഞങ്ങൾ ഭൂമി കണ്ടെത്തി വേറെ വീട് വെച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവർ ഈ പദ്ധതിയിൽ നിന്ന് മാറി, സർക്കാരിൽ നിന്ന്. അന്ന് പങ്കെടുത്ത കോൺഗ്രസ് പോലും ഈ കാഴ്ചപ്പാടോ ഈ ബദലോ മുന്നോട്ട് വെക്കാതെ കേട്ടിരുന്ന് അതിനോട് ചേർന്നാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞ ഈ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയിലാകുമെന്ന അനുമാനം പോലും നിൽക്കില്ല. സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ തന്നെ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം ഒരു തരത്തിലും അതിനോട് വിയോജിപ്പ് പറഞ്ഞില്ല. ലീഗാണ് പണം കണ്ടെത്തി ഞങ്ങൾ സ്ഥലം വാങ്ങി അവിടെ വെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു, ആയിക്കോളൂ എന്ന് പറഞ്ഞ് അവരിതിൽ നിന്ന് മാറി. ഇതാണ് അതിൻ്റെ ശരിയായ യാഥാർത്ഥ്യം.